ഹായ്, ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ നോക്കുന്നത്, നിങ്ങളെല്ലാവരും ഇതിനകത്ത് വന്നിരിക്കുന്നത് ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണല്ലേ. അപ്പം എന്തേലും നമുക്ക് വീട്ടിൽ ഇരുന്ന് ഒരു വരുമാനം നേടാൻ, കുഞ്ഞുങ്ങളുണ്ടായിട്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഹസ്ബൻഡിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു ജോലിയുണ്ട് പക്ഷേ പാർട്ട് ടൈം ആയിട്ടും കൂടെ എന്തെങ്കിലും വേണം. ഇപ്പോഴത്തെ ആ ഒരു എമൗണ്ട് ഒരു 8,000 10,000 ഒക്കെ എനിക്ക് കിട്ടുന്നുള്ളൂ, അതെനിക്ക് പറ്റുന്നില്ല. എനിക്ക് ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് കുറച്ചും കൂടെ വരുമാനം ഉണ്ടെങ്കിലേ എനിക്ക് പറ്റത്തുള്ളൂ, എൻ്റെ ബാധ്യതകളൊക്കെ എനിക്ക് തീർക്കണം. അങ്ങനെയൊക്കെ ഉള്ള ആളുകളാണ് നമ്മളല്ലേ. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നോക്കിയിട്ടാണ് നിങ്ങളെല്ലാവരും ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് കമ്പനി എന്താണെന്ന് നോക്കാം, വിഷൻ എന്താണെന്ന് നോക്കാം, എങ്ങനെ ഇതിനകത്ത് വർക്ക് ചെയ്യണമെന്ന് നോക്കാം, ഇതിനകത്ത് എങ്ങനെ ഏതൊക്കെ രീതികളിൽ വർക്ക് ചെയ്യാം, അതെല്ലാം നമുക്ക് നോക്കാം. കമ്പനിയുടെ പേര് ഒറിഫ്ലെയിം എന്നാണ്. ഒറിഫ്ലെയിം സ്വീഡിഷ് സ്വിസ് മൾട്ടി ഇൻ്റർനാഷണൽ കമ്പനിയാണ്. എന്ന് പറഞ്ഞാൽ സ്വീഡനിലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്. 2 ബ്രദേഴ്സ് സ്റ്റാർട്ട് ചെയ്തതാണ് കമ്പനി. അവർ ജൊനാസ് ആൻഡ് റോബർട്ട് എന്ന് പറഞ്ഞ 2 ബ്രദേഴ്സ് സ്റ്റാർട്ട് ചെയ്ത് എന്ന് വെച്ചാൽ അവർ ചിന്തിച്ചത്, അവരൊരു ബിസിനസ് ചെയ്യുമ്പോൾ അത് ബാക്കി ആളുകൾ കൂടെ എങ്ങനെ ഉപകാരപ്പെടും എന്ന് ചിന്തിച്ചാണ് അവർ ഡയറക്റ്റ് സെല്ലിങ്ങിലോട്ട് വന്നത്. എന്താ ഡയറക്റ്റ് സെല്ലിങ്? ഡയറക്റ്റ് കസ്റ്റമറിലേക്ക് എത്തുക എന്നുള്ളതാണ് ഡയറക്റ്റ് സെല്ലിങ്. അവർ ഡയറക്റ്റ് സെല്ലിങ്ങിലോട്ട് എത്തിയിരുന്നത്. ഇനി ഇതിൻ്റെ നമ്മളുടെ കമ്പനിയുടെ മെയിൻ ഹെഡ് ഓഫീസ് എന്ന് വെച്ചാൽ സ്വിറ്റ്സർലൻഡിലാണ്. സ്വീഡൻ കമ്പനിയാണെങ്കിലും ഹെഡ് ഓഫീസ് സ്വിറ്റ്സർലൻഡിലാണ്. ബാക്കി എല്ലാ രജിസ്ട്രേഷനും എല്ലാം സ്വീഡനാണ്, സ്വീഡൻ ബേസ്ഡ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ പ്രോഡക്റ്റ്സ് നമുക്ക് ഹൈലി യൂറോപ്യൻ സ്റ്റാൻഡേർഡ് എന്ന് പറയാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ സ്വീഡിഷിൽ എടുത്തേക്കുന്ന റൂൾസ് അനുസരിച്ച് കുറേ പ്രോഡക്റ്റ്സ് വെച്ചാൽ യൂറോപ്യൻ സ്റ്റാൻഡേർഡിനെക്കാട്ടി കുറച്ചും കൂടെ വെച്ചാൽ നേച്ചറിനെ ലവ് ചെയ്യുന്നതാണ് സ്വീഡൻ. അപ്പോൾ കുറച്ചും കൂടെ അപ്ഗ്രേഡഡ് ആയിട്ട്, എന്ന് വെച്ചാൽ കുറച്ചും കൂടെ നേച്ചറിനെ പോലും ഹാം ചെയ്യാത്ത കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ബാൻ ചെയ്തിട്ടാണ് അവിടുത്തെ പ്രോഡക്റ്റ്സ് ഇറക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സാണ് നമ്മളുടേത്. ഒറിഫ്ലെയിം ഇന്ത്യയിൽ തുടങ്ങിയിട്ട് 28 വർഷമായി, വേൾഡ് വൈഡായിട്ട് 58 വർഷമായി, 60-ൽ പരം രാജ്യങ്ങളിലുണ്ട്. ഇപ്പോൾ ഈ വർഷം തൊട്ട് നമ്മൾ യൂറോപ്പ് അതുപോലെ പല കൺട്രീസിലോട്ട് വീണ്ടും ഒരു 28 കൺട്രീസിലും കൂടെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒറിഫ്ലെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മളൊരിടത്ത് വർക്ക് ചെയ്യുമ്പോൾ, നമ്മളിപ്പം ഒരു കോഴ്സ് പഠിച്ചു, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പാഷനായിട്ട് പഠിച്ചതായിരിക്കും, ചിലപ്പോൾ വീട്ടുകാർ പറഞ്ഞിട്ട് പഠിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞ് പഠിക്കുന്നതായിരിക്കാം. നമ്മളത് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ജോലിക്ക് കയറി. പക്ഷെ ജോലിക്ക് കയറി നമ്മൾ പഠിച്ചതിനായിരിക്കത്തില്ല, നമുക്കിഷ്ടമുള്ളതിനായിരിക്കത്തില്ല നമ്മൾ ജോലിക്ക് കയറുന്നത്. അവിടെ ചെന്നിട്ട് പല പ്രഷേഴ്സ് കാണും, ചിലപ്പോൾ സാലറി കുറവായിരിക്കും, അങ്ങനെയുള്ള ഒരുപാട് പക്ഷേ ഇവിടെയെന്ന് വെച്ചാൽ നമ്മളുടെ ബോസ് നമ്മൾ തന്നെയല്ല നമ്മളുടെ സാലറി തീരുമാനിക്കുന്നത് നമുക്ക് ഈ മാസം 10,000 വേണോ 20,000 വേണോ തീരുമാനിക്കുന്നത് നമ്മളാണ്. നമ്മൾ ആ പ്ലാനിനനുസരിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20,000 30,000 ഒക്കെ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഒറിഫ്ലെയിമിൻ്റെ മിഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ ഒറിഫ്ലെയിമിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും അവരുടെ ഡ്രീം എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ള പ്ലാനാണ് ഒറിഫ്ലെയിമിനുള്ളത്. അത് നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടിനോടെ ലീഡേഴ്സ് കാണും. ഏത് ലാംഗ്വേജ്, മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും തമിഴാണെങ്കിലും ഏത് ലാംഗ്വേജിലും നമുക്കിവിടെ ട്രെയിനിങ്സ് അവൈലബിൾ ആണ്. അതിനുള്ള ലീഡേഴ്സും ഉണ്ട്. ഓഫ്ലൈൻ വേണമെങ്കിൽ, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൺലൈൻ യൂസ് ചെയ്യാൻ അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ ട്രെയിനിങ്സ് നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ട്രെയിനിങ്സ് എടുത്ത് കൊടുക്കാനും ഒക്കെ ആൾക്കാരുണ്ട്. നമുക്ക് ഏത് രീതി വേണമെങ്കിലും നമുക്കിനകത്ത് വർക്ക് ചെയ്യാം. ഓക്കെ. പിന്നെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, നമ്മുടെ എപ്പോഴും ഒറിഫ്ലെയിം എന്ന് പറഞ്ഞ കമ്പനി വർക്ക് ചെയ്യുന്നവർക്ക് വരെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നൊരു കമ്പനി. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ ഡയറക്ടറായിരുന്നു കൊറോണ ടൈമിൽ. കൊറോണയ്ക്ക് മുമ്പാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. 2020 ഫെബ്രുവരി ജോയിൻ ചെയ്ത ഒരാളാണ് ഞാൻ. 4 വർഷമായി. അന്നേരം കൊറോണ ടൈമിൽ വീട്ടിൽ ഒരു കൊറിയർ വന്നു. ആ സമയത്ത് ഞാൻ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല. കാരണം നമ്മളൊന്നെങ്കിൽ ഓർഡർ ചെയ്യുന്ന സാലറി വരുമ്പോൾ, ഇൻകം വരുമ്പോൾ ഓർഡർ ചെയ്യും, ഇല്ലെങ്കിൽ ലാസ്റ്റ് മന്ത് എൻഡിൽ ഓർഡർ ചെയ്യും. പിന്നെ ഓഫേഴ്സ് വരുവാണെങ്കിൽ ആ സമയത്ത് തന്നെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇനി 2 കൊറിയറാണ് വന്നത് വീട്ടിൽ. ഒരേ അഡ്രസ്സ് ആയതുകൊണ്ട് എൻ്റെയും എൻ്റെ സിസ്റ്ററിൻ്റെ ചേച്ചിയും ഡയറക്ടറായിരുന്നു. അപ്പോൾ ഒരേ കൊറിയർ വന്നു. ഡയറക്ടേഴ്സ് ആൻഡ് എബോവിന് കൊറോണ സമയത്ത് ഒരു 5,000-6,000 സാധനം ഫ്രീ ആയിട്ട് കമ്പനി അയച്ചു. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൊറോണയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാനിറ്റൈസേഴ്സ്, സോപ്പ്, മാസ്ക്, അങ്ങനെ ഒറിഫ്ലെയിമിൻ്റെ കുറച്ച് സാധനങ്ങൾ. അതുപോലെ ജോയിൻ ചെയ്ത് ഓരോരുത്തർക്കും ഒരു ഹ്യൂമൻ വാല്യൂ കൽപ്പിക്കുന്ന കമ്പനിയാണ്. അടുത്തത് നമ്മുടെ ടീമെന്ന് പറഞ്ഞാൽ, സുപ്രീമസി എന്ന് പറഞ്ഞ നെറ്റ്വർക്ക് ഉണ്ട്. ആ സുപ്രീമസി നെറ്റ്വർക്കിലെ പാത്ത് ഫൈൻഡേഴ്സ് എന്നുള്ള ടീമാണ്. സുപ്രീമസി നെറ്റ്വർക്ക് ചെന്നൈ ബ്രാഞ്ചിലാണ്. അത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 16 ഇയേഴ്സ് ആവുന്നു. ഇതിൻ്റെ പാത്ത് ഫൈൻഡേഴ്സ് ടീമാണ് ഞാൻ. പാത്ത് ഫൈൻഡേഴ്സ് ടീം മാർച്ച് 2020 ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു ടീമാണ്. അതിനകത്ത് 1 വർഷം കൊണ്ട് 2 ഗോൾഡ് ഡയറക്ടേഴ്സ്, 5 ഡയറക്ടേഴ്സ്, 10 സീനിയർ മാനേജേഴ്സിനെ എനിക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റി.
ഇനി മിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പാത്ത് ഫൈൻഡർ ടീമിൻ്റെ മിഷൻ എന്ന് പറഞ്ഞാൽ എംപവർ മംസ് ടു അച്ചീവ് ചെയ്ത് നമ്മൾ ഒരുപാട് പേർക്ക് ഒരുപാട് ഡ്രീംസ് കാണും. ചിലപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കലായിരിക്കും കല്യാണം, കുഞ്ഞുങ്ങളായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ജോലിക്ക് പോകാൻ പറ്റാത്തവർ കാണും, ഇല്ലെങ്കിൽ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ പക്ഷേ സങ്കടമായിരിക്കും, കുഞ്ഞ് വീട്ടിൽ എന്തെടുക്കുകയാണ്, കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഓർത്ത് നമുക്ക് സങ്കടമില്ല. അമ്മമാർക്കുള്ള ഒരു ഇതാണ് അല്ലേ. അപ്പം അങ്ങനെയുള്ള അമ്മമാർക്ക് എങ്ങനെ അവർക്ക് എംപവർ ചെയ്ത് അവരുടെ ഒരു ഡ്രീംസ് നമുക്ക് അച്ചീവ് ചെയ്യാം എന്നുള്ളത്. വിഷൻ എന്ന് പറഞ്ഞാൽ 100 ഗോൾ ഡയറക്ടേഴ്സിൻ്റെ ടീമിനെ ക്രിയേറ്റ് ചെയ്യണം എന്നാണ്. കോർ വാല്യൂ നോ ലൈയിങ്, നോ പോച്ചിങ്, ബി ട്രാൻസ്പെറൻറ്റ്. നമ്മളിവിടെ ഒരു കള്ളത്തരവും ഇല്ല. അതുപോലെ വേറെ ഒരു ടീമിലുള്ളവർ നമ്മളിവിടെ ജോയിൻ ചെയ്യിപ്പിക്കുക, അങ്ങനെ ഒന്നും ചെയ്യരുത്. നമ്മളോട് ആരാണോ ഇൻട്രസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വരുന്നത് അവരെ മാത്രം ജോയിൻ ചെയ്യിപ്പിക്കുക. ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. ഇപ്പോൾ എനിക്ക് കിട്ടിയ കാര്യങ്ങളായിരിക്കണം ഞാൻ നിങ്ങളോട് പറയുന്നത്, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്. ഇനി ഞാൻ മുമ്പേ ചോദിച്ചു എന്തുകൊണ്ട് ഒറിഫ്ലെയിം അല്ലേ. നമുക്കൊന്ന് ജസ്റ്റ് കമ്പയർ ചെയ്യാം. ഒരു ജോബ്, അതർ ബിസിനസ്, ഒറിഫ്ലെയിം, ഇത് മൂന്നും ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് നല്ലതായിട്ട് കമ്പയർ ചെയ്യാം. അതർ ബിസിനസ് എന്ന് വെച്ചാൽ എനിക്കൊരു അഡ്വർടൈസിങ് ഏജൻസി ഉണ്ട്. ഇപ്പം നമ്മളൊരു ജോലിക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻകം എത്ര ആയിരിക്കും? ഒരു വർഷം കൊണ്ട്, ഇപ്പം നമ്മൾ ഇന്ന് ജോയിൻ ചെയ്ത് അടുത്ത വർഷം ആകുമ്പോഴേ നമുക്ക് കിട്ടുന്ന ചിലപ്പോൾ സാലറി ഒരു വർഷം കൊണ്ട് 2500, 25,000 ആയിരിക്കാം. ബിസിനസ് ചെയ്യുമ്പോൾ മന്ത്ലി നമുക്ക് 50,000 കിട്ടുമായിരിക്കാം. പക്ഷേ ഒറിഫ്ലെയിമിൽ 9 months കൊണ്ട് നിങ്ങൾക്ക് 70,000 രൂപ ഏൺ ചെയ്യാൻ പറ്റും. അത് ഏൺ ചെയ്തെടുത്ത ഒരാളാണ് ഞാൻ. സെക്കൻഡ്, ഇൻവെസ്റ്റ്മെൻറ്റ്. ജോബിനാണെങ്കിൽ നമ്മളിപ്പോൾ വേറെ സ്ഥലത്താണ്, നമ്മൾ റെൻറ്റ് കൊടുക്കണം. വേറെ സ്ഥലത്തല്ല, നമ്മുടെ വീടിൻ്റെ അടുത്ത് വേറെ എവിടെയെങ്കിൽ ട്രാവൽ എക്സ്പെൻസ് ഉണ്ട്. ഡ്രസ്സ്, ഡെയിലി പോകാൻ ഡ്രസ്സ് മേടിക്കണം അല്ലേ. ഇതിനെല്ലാം നമുക്ക് എക്സ്പെൻസ് ആയിരിക്കും. അല്ലെ ചില ഇപ്പം നമുക്ക് കസ്റ്റമർ കെയർ പോലുള്ള ജോലിയാണ്, അവിടെ യൂണിഫോംസ് ഉണ്ട്. ഇതിനെല്ലാം നമ്മൾ പേ ചെയ്യണ്ടേ. അത് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ജോലിയുടെ. പിന്നെ വേറെ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ് എക്സ്പെൻസ്, അവിടെ നമ്മൾ ചിലപ്പോൾ 50 ലക്ഷം, 40 ലക്ഷം, ചിലപ്പോൾ 10 ലക്ഷം, ചിലപ്പോൾ 2 ലക്ഷം, ചിലപ്പോൾ 1 ലക്ഷം ഒക്കെ തുടങ്ങിയിട്ടായിരിക്കും നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ എപ്പോഴും അതിനകത്ത് റോളിംഗ് ആയിരിക്കും ബിസിനസ്സിൽ അല്ലേ. ബിസിനസ് ചെയ്യുന്നവർക്കറിയാം, നമ്മളിപ്പോൾ 30,000 രൂപയുടെ ഒരു സാധനം ഇട്ടിട്ടുണ്ടെങ്കിൽ 20,000 ആയിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത്. ബാക്കി 10,000 ആയിരിക്കും നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ബാക്കി 20,000 അതിനകത്ത് തിരിച്ചിടേണ്ട പൈസ ആയിരിക്കും അല്ലേ. അപ്പോൾ ബിസിനസ് എപ്പോഴും റോളിംഗ് ആയിരിക്കും. നമ്മുടെ കയ്യിൽ ഡെയിലി ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും എടുക്കാൻ നമുക്ക് കാണത്തില്ല. ഒറിഫ്ലെയിമിലെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ടൈം മാത്രമാണ് നമ്മളിവിടെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങളുടെ സമയമാണ് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ്. അതുപോലെ ട്രാവൽ, ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുന്നത്? നമ്മുടെ സാലറിയിൽ നിന്ന് എടുക്കണം, ശരിയല്ലേ? സാലറി തന്നെ എടുക്കാൻ പറ്റത്തുള്ളൂ. വേറെ വല്ല വരുമാനം ഉണ്ടോ? നമ്മൾ ജോലിക്ക് പോകുന്നു, ആ സാലറി നമ്മൾ ട്രാവൽ ചെയ്യാൻ എടുക്കേണ്ടി വരും. വേറെ ബിസിനസ് ആണെങ്കിലോ, ഞാൻ പറഞ്ഞ 10,000 നമ്മൾ മാറ്റി വെക്കുന്ന 5,000 സേവിങ്സിൽ നമ്മൾ എടുക്കണം. ഒറിഫ്ലെയിമിൽ കമ്പനിയുടെ വക നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വിത്ത് ഫാമിലി ആയിരിക്കും. അത് ഓരോ കാറ്റഗറി അനുസരിച്ച്, ഓരോ ടൈറ്റിൽ അനുസരിച്ച് നമുക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഫാമിലി ടൈം, ജോലിക്ക് പോകുന്നവർക്ക് ഫാമിലി ടൈം എപ്പോഴാണ് കിട്ടുന്നത്? അവധിയുള്ള ദിവസങ്ങളിൽ. ബിസിനസ് ചെയ്യുന്നവർക്കോ കുറച്ച് സമയങ്ങൾ കിട്ടുമെന്ന് വെച്ചാൽ ചില സമയത്ത് നമുക്ക് ബിസിനസ് ചെയ്യുന്നവർ ചിലപ്പോൾ വീട്ടിൽ വന്നിരിക്കാറുണ്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമായിരിക്കും ഫാമിലിയായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ടൈമുകൾ കിട്ടും. ഒറിഫ്ലെയിം ബിസിനസ് നമ്മൾ ചെയ്യുന്ന ആരുടെ കൂടെ ഇരുന്നാൽ? വിത്ത് ഫാമിലി. നമ്മുടെ മക്കളുടെ കൂടെ ഇരുന്ന് നമ്മുടെ മക്കളുടെ കാര്യം നോക്കി, ഹസ്ബൻഡിൻ്റെ കൂടെ ഇരുന്ന് ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അല്ലേ. അന്നേരം നമ്മൾ എപ്പോഴും ഫാമിലിയുടെ കൂടെ ഇരുന്ന് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് ഒറിഫ്ലെയിം. നെക്സ്റ്റ്, നമുക്കൊരു കാറ് വേണം, നമുക്കൊരു വീട് വെക്കണം. നമ്മൾ എന്ത് ചെയ്യും? സാലറിയിൽ നിന്ന് പോയി ഒന്നെങ്കിൽ ലോൺ എടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ സാലറിയിൽ നിന്ന് മാറ്റി വെച്ച പൈസ ഉണ്ടെങ്കിൽ എടുക്കും, ശരിയല്ലേ? വേറെ ബിസിനസ് ആണെങ്കിൽ ഇത് തന്നെ, സേവിങ്സിൽ നിന്ന് എടുക്കും, ഇല്ലെങ്കിൽ ലോൺ പോയി എടുക്കും. ഒറിഫ്ലെയിം ആണെങ്കിൽ നമുക്ക് ഡ്രീം പ്രോഗ്രാം ഉണ്ട്. നിങ്ങൾ 1 വർഷം കൊണ്ട് ഒരു ഗോൾ ഡയറക്ടർ ആകുമ്പം നിങ്ങൾക്ക് ഡ്രീം പ്രോഗ്രാം സൈൻ ചെയ്യാം. ഡ്രീം പ്രോഗ്രാം നിങ്ങൾക്ക് വീടോ കാറോ എന്തുവാണെങ്കിലും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് ഒറിഫ്ലെയിമിൻ നമ്മൾ ഒരു ജോലിയും ഒരു ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ്. ശരിക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത എന്താണ് വർക്ക്? നമുക്കിതിനകത്ത് മെയിനായിട്ട് അഡ്വർടൈസിങ് ആണ്. എന്ന് വെച്ചാൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വർക്ക് ചെയ്യാം. ഓൺലൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം നിങ്ങളുടെ ഏതെങ്കിലും ഒരു അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾ ഇതിനകത്തോട്ട് ഇൻവൈറ്റ് ചെയ്ത് 6 അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടായിരിക്കാം വരുന്നത് അല്ലേ. അതാണ് ഓൺലൈൻ. ഓൺലൈനിൽ കണ്ടിട്ട് നിങ്ങൾ ചോദിച്ചു, അവരെന്ത് ചെയ്തു? പറഞ്ഞു തന്നു, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. ഓഫ്ലൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലർക്ക് ചിലപ്പം നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളവരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ അറിയാവുന്നവരായിരിക്കും പറയുന്നത്. അപ്പോൾ അത് ഓഫ്ലൈനാണ്. എന്ന് വെച്ചാൽ ഓഫ്ലൈനായിട്ട് നിങ്ങൾ നേരിൽ കണ്ട് സംസാരിക്കും. നമുക്ക് ഓൺലൈനായിട്ടും വർക്ക് ചെയ്യാം, ഓഫ്ലൈനായിട്ടും വർക്ക് ചെയ്യാം. വർക്ക് ചെയ്യുന്നത് 2 രീതിയാണ്. നിങ്ങൾക്ക് സെല്ലിങ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെല്ല് ചെയ്യാം,
മനസ്സിലായി നിങ്ങൾക്ക്. നമുക്കൊരു പ്രോഡക്റ്റ് ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റിക് ഇൻഡസ്ട്രിയാണ്. ബ്യൂട്ടി ഐറ്റംസ്, കോസ്മെറ്റിക് ഇൻഡസ്ട്രി, ഹെയർ ഓയിൽ, നമ്മുടെ ബോഡി കെയറിനുള്ളതെല്ലാം, സോപ്പ്, പേസ്റ്റ്, പിന്നെ വെൽനെസ്, വെയിറ്റ് ലോസിൻ്റെ കോഴ്സസ്, വെയിറ്റ് ഗെയിൻ കോഴ്സസ്, അതെല്ലാം ഉണ്ട്. പിന്നെ ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ്, എയർ പ്യൂരിഫയേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അക്സസറീസ് എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് നമുക്ക് എന്ത് ചെയ്യാം, സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റിൽ തന്നെ നമുക്ക് 20% ഡിസ്കൗണ്ട് കിട്ടും. നമുക്കൊരു പ്രോഡക്റ്റിൽ 20% ഡിസ്കൗണ്ട്, ഒരു പ്രോഡക്റ്റിൻ്റെ 20% കുറവ് നമുക്ക് കിട്ടും. നമുക്കപ്പോൾ ആ കിട്ടുന്ന ഇമ്മീഡിയറ്റ് പ്രൂഫ്, നമുക്ക് അന്നേരം കിട്ടുന്ന ഇൻകം ഏതാ 20% ആയിരിക്കും നമുക്ക് കിട്ടുന്നതാണ് സെല്ലിങ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇതിനകത്ത് ഇൻവൈറ്റ് ചെയ്ത് അവരില്ല, അവർ ബിസിനസ്സാണ് ചെയ്യുന്നത്. അവരൊരു ടീം ക്രിയേറ്റ് ചെയ്തെടുക്കുക. വെച്ചാൽ അവർ സെല്ലിംഗ് അല്ല ചെയ്യുന്നത്. അവരെന്ത് ചെയ്യുക, അവരൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ വെച്ച് ഒരു ടീം ക്രിയേറ്റ് ചെയ്തെടുക്കുക. ടീം വർക്കാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്താ ചിന്തിക്കുന്നത്, നിങ്ങളുടെ ഡ്രീം എങ്ങനെ അച്ചീവ് ചെയ്യാം, നിങ്ങൾക്ക് എങ്ങനെ ഒരു മാസം ഒരു 10,000 രൂപ ഉണ്ടാക്കി തരാമെന്നായിരിക്കും അവർ ചിന്തിക്കുന്നത്. അതാണ് ബിസിനസ്. അതിനകത്ത് നമ്മൾ സെല്ലിങ് ഞാൻ പറഞ്ഞു, നിങ്ങൾ പോസ്റ്റേഴ്സ് ഷെയർ ചെയ്യുക, പ്രോഡക്റ്റിൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക, അത് സെല്ല് ചെയ്യുക, അത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ ഒന്നുമില്ല. പക്ഷേ ബിസിനസ്സിന് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട 2 കാര്യങ്ങൾ. റിക്രൂട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇതിനകത്ത് ആൾക്കാർ ഇൻവൈറ്റ് ചെയ്ത പോലെ നിങ്ങൾ അവരെ ഇൻവൈറ്റ് ചെയ്യുക. സെക്കൻഡ്, സെൽഫ് പർച്ചേസ്. ഒന്നെങ്കിൽ 120 ബിസിനസ് പോയിൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 60 BP വിത്ത് 60 BP എന്ന് വെച്ചാൽ 60 ബിസിനസ് പോയിൻറ്റ് നിങ്ങളെടുത്ത് നിങ്ങൾ ഒരാളെ ജോയിൻ ചെയ്യിപ്പിച്ച് നിങ്ങൾ 60 ബിസിനസ് പോയിൻറ്റ് എടുക്കുക. എങ്കിലേ നിങ്ങൾക്ക് ഈ ഇൻകം കിട്ടത്തുള്ളൂ. ഒന്നുകിൽ നിങ്ങൾ 120 മൊത്തത്തിൽ എടുക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ 60 എടുക്കുക, നിങ്ങൾ ഒരാളെ ജോയിൻ ചെയ്യിപ്പിച്ച് 60 എടുത്ത് 120 ആകുക. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇൻകം ക്വാളിഫൈ ആവുന്നത്. ഓക്കെ, നമുക്ക് ഓരോ ടൈറ്റിലിനനുസരിച്ച് ഇൻകമാണ്. 200 രൂപ മുതൽ 10 കോടി വരെയാണ് നമുക്ക് ഇൻകം വരുന്നത്. അത് ഓരോ ടൈറ്റിലിനനുസരിച്ചാണ്. ഇനി 120 BPക്ക് എത്ര രൂപയാവും? പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്താണ് നമുക്ക് BP ആവുന്നത്. നിങ്ങൾ 5278 പ്രോഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് 125 കംപ്ലീറ്റ് ആവും. 120 അല്ല 125 കംപ്ലീറ്റ് ആവുന്നുണ്ട്. 3500 രൂപയ്ക്ക് നിങ്ങൾ ഡെയിലി വീട്ടിലെ സോപ്പ്, ഷാമ്പൂ, കണ്ടീഷണർ, എന്തായാലും നമ്മൾ അത്രയും രൂപയാവും മേടിക്കുമ്പോൾ അല്ലേ. സോപ്പ്, പേസ്റ്റ്, ഷാമ്പൂ, കണ്ടീഷണർ, ഫേസ് വാഷ്, ഹെയർ ഓയിൽ, സാനിറ്ററി പാഡ്, ഡേ ക്രീം, നൈറ്റ് ക്രീം, പൗഡർ, അതെല്ലാം കൂടെ 3500 രൂപയാവും. 60 ബിസിനസ് പോയിൻറ്റ് കിട്ടും നിങ്ങൾക്ക്. അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ബിസിനസ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അത് വർക്ക് ചെയ്യാം. ഓഫ്ലൈനായിട്ട് വെച്ചാൽ ഹോം മീറ്റിംഗ്സ് ഒക്കെ നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യാം. പ്രോഡക്ട്സിൻ്റെ ബെനിഫിറ്റ്സ് കണ്ടക്ട് ചെയ്യുക. സെല്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ ഡെമോ സെഷൻസ് കൊടുക്കുക. ഓരോ പ്രോഡക്റ്റ്സ് എടുത്ത് നിങ്ങൾക്ക് ഡെമോ സെഷൻസ് കൊടുക്കുക. അതെല്ലാം ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ ഇൻട്രസ്റ്റ് അത് ചെയ്യുക. നിങ്ങൾ ഇതേ ചെയ്യാവൂ, നിങ്ങളത് മാത്രം അങ്ങനെയില്ല. നിങ്ങൾക്കിപ്പോൾ ബിസിനസ്സാണ് വേണ്ടെങ്കിൽ സെൽഫ് എടുക്കുക, റിക്രൂട്ട് ചെയ്യുക. അല്ലെങ്കിൽ സെൽഫ് എടുക്കാൻ താല്പര്യമില്ല, എനിക്ക് ബിസിനസ് വേണ്ട, എനിക്കൊരു പോക്കറ്റ് മണി മതി, നിങ്ങൾ സെല്ല് ചെയ്തോ, പ്രശ്നമില്ല. നിങ്ങൾക്ക് എന്താണോ ഇൻട്രസ്റ്റ് നിങ്ങളത് ചെയ്യുക. ഇനി ബെനിഫിറ്റ്സ്. നിങ്ങളിപ്പോൾ ഒരു സെല്ല് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇമ്മീഡിയറ്റ് പ്രോഫിറ്റ് 20%. അത് മാത്രമായിരിക്കും നിങ്ങൾക്ക് സെല്ല് ചെയ്താൽ കിട്ടുന്നത്. ഇപ്പം നിങ്ങളൊരു മന്ത്ലി ഇൻകമാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇൻകം എടുക്കാൻ പറ്റുന്നത് നിങ്ങളുടെ മന്ത്ലി ഇൻകത്തിൽ നിന്നാണ്. പൈസ ഏൺ ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്കൊരു മന്ത്ലി മാസം ഒരു 10,000 രൂപ വരുന്നതാണോ അതോ വല്ലപ്പോഴും 100-200 സെല്ല് ചെയ്യുന്നതാണോ എന്നല്ല, ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളെന്താ നോക്കുന്നത്, മാസം ഒരു ഹ്യൂജ് എമൗണ്ട്, മന്ത്ലി ഒരു എമൗണ്ട് നമുക്ക് എങ്ങനെ കിട്ടും എന്നുള്ളതാണല്ലേ. ട്രെയിനിങ്, നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടും, റിക്രൂട്ട്മെൻറ്റ് ട്രെയിനിങ് കിട്ടും, പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് ഉണ്ട്, പ്രോഡക്റ്റ് ട്രെയിനിങ് ഉണ്ട്, ഫൺ ആക്ടിവിറ്റി ഉണ്ട്. അതെല്ലാം ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ പോകാൻ താല്പര്യമുള്ളവർക്ക് ഓഫ്ലൈൻ പോകാം. എറണാകുളം, കൊച്ചി, എറണാകുളം, ട്രിവാൻഡ്രം, കൊല്ലം ഒക്കെ നടക്കുന്നുണ്ട് ട്രെയിനിങ്സ് ഓഫ്ലൈൻ. നിങ്ങൾക്ക് പോകേണ്ടവർക്ക് പോയി പങ്കെടുക്കാം. ഇത് എൻ്റെ ഒരു ജസ്റ്റ് ഇതാണ് ഈ കാറ് കൊടുത്തേക്കുന്നത്. ഞാൻ ഗോൾഡ് ഡയറക്ടർ ആയപ്പോൾ എൻ്റെ ആ ഒരു ക്യാഷിൽ നിന്ന് ഞാൻ ഡ്രീം പ്രോഗ്രസ് സൈൻ ചെയ്ത വീടിൻ്റെ ആണെങ്കിലും ഗോൾഡ് ഡയറക്ടർ ആയപ്പോൾ നമുക്ക് ക്യാഷ് അവാർഡ് കിട്ടും. 2,25,000 രൂപ ക്യാഷ് അവാർഡ് കിട്ടും. ആ ക്യാഷ് അവാർഡിൽ നിന്ന് ഞാൻ എടുത്ത വണ്ടിയാണിത്. പിന്നെ ദുബായി പോയതും ഗോവയിൽ പോയതും ഒക്കെയാണ്. വിത്ത് ഫാമിലിയാണ് നമുക്ക് പോകാൻ പറ്റുന്നത്. ഗോവ, ദുബായ് ഒക്കെ പോയ ഫോട്ടോസാണ് ഈ 2 സൈഡിലായിട്ട് കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് ഞാൻ ജോയിൻ ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഈ ഫസ്റ്റ് ഫോട്ടോയിൽ. പിന്നെ ബാഗ് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ ഗോവ പോയപ്പം, മോളെയും കൊണ്ട് എടുത്തേക്കുന്ന ഫോട്ടോ ദുബായ് പോയപ്പോഴും, ഇത് താഴത്തെ ഞങ്ങൾ 3 കൂടെ നിൽക്കുന്ന ചെന്നൈ പോയപ്പോഴുള്ള ഫോട്ടോസും ഒക്കെയാണ്. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. റീഫ്ലെയിം ഓപ്പർച്യൂണിറ്റി ഇത്രയേ ഉള്ളൂ. ഒന്നെങ്കിൽ സെല്ല് ചെയ്യുക, ഇല്ലെങ്കിൽ ബിസിനസ് ചെയ്യുക. സെല്ലിംഗ് ആണെങ്കിൽ നിങ്ങൾ പോസ്റ്റേഴ്സ് ഷെയർ ചെയ്ത് സെല്ല് ചെയ്യുക. ബിസിനസ് ആണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എങ്കിൽ സെൽഫ് പർച്ചേസ് ചെയ്യുക, റിക്രൂട്ട്മെൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്തായാലും വീട്ടിലേക്ക് സാധനങ്ങൾ അത് ബ്രാൻഡ് ഒന്ന് മാറ്റി ഇതിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യുക.
റിക്രൂട്ട്മെൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കൂടെ വരുന്നവർ തീരുമാനിക്കുക അവർ സെൽഫ് എടുക്കണോ സെല്ല് ചെയ്യണമെന്ന്. അങ്ങനെ ടീം മുമ്പോട്ട് കൊണ്ടുപോകുക. നമ്മുടെ പോയിൻറ്റ്സ്, ഓരോ പ്രോഡക്റ്റ് നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് പോകുമ്പോഴും പോയിൻറ്റ്സ്, ഇപ്പം നിങ്ങൾ ഒരാളെ ജോയിൻ ചെയ്യിപ്പിച്ചാൽ അവർ 120 എടുത്ത് അതേ പോയിൻറ്റ്സ് നിങ്ങൾക്കും കയറും. അത് ഗ്രൂപ്പായിട്ടാണ് കയറുന്നത്, സെൽഫല്ല ഗ്രൂപ്പായിട്ട്. അപ്പം നമുക്കത് ഗ്രൂപ്പായിട്ട് എത്ര പോയിൻറ്റ്സ് നമുക്കൊരു മാസം ഉണ്ടോ അതിൻ്റെ ഇൻകം ആയിരിക്കും നമുക്ക് അടുത്ത മാസം നമുക്ക് കിട്ടുന്നത്. ഇത്രയാണ് ഉള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത്രയേ ഉള്ളൂ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ആരാണോ ജോയിൻ ഈ ലിങ്ക് തന്ന് അവരോട് പറയുക ഇൻട്രസ്റ്റഡ്. ID പ്രൂഫ് കൊടുക്കുക, ഫോൺ നമ്പർ കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഓക്കെ ഡൗട്ട്സ് ചോദിച്ചോളൂ.